എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് നോക്കാം ഒരു സ്പെഷ്യൽ ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഇതിലേക്കൊരു സവാള, 2 പച്ചമുളക്, 2 മുട്ട, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് എടുക്കാവുന്നതാണ്. ഉള്ളി ഇതുപോലെ, സവാള ഇതുപോലെ വളരെ ചെറുതാക്കി അരിഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ പച്ചമുളകും വളരെ നൈസാക്കിയിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് അരിയുമ്പോൾ ഇപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ പച്ചമുളകാണ് ഇത്. വളരെ എരിവ് കുറഞ്ഞ പച്ചമുളക് ഉണ്ടായതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ വലിപ്പം വളരെ നൈസായിട്ടാണ് അരിയേണ്ടത്. ഇനി നമുക്ക് ഒരു കപ്പിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം. മുട്ട എപ്പോഴും പൊട്ടിച്ചൊഴിക്കുമ്പോൾ നമ്മൾ പൊട്ടിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളക്, അതുപോലെ സവാള, കറിവേപ്പില 3 സാധനവും അതിലിട്ട് ഇളക്കുക. ഇഞ്ചി ആവശ്യമുള്ളവർ, ഇഞ്ചി ഓപ്ഷനിലാണ്, ഇഞ്ചി ആവശ്യമുള്ളവർ, ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതാക്കി മുറിച്ച് അതിലിട്ട് ഇളക്കാവുന്നതാണ്. ഇതിൽ നമ്മളിപ്പോൾ ഉപ്പാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പും അതുപോലെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ചേർക്കാം. ഇതിൽ കുറച്ച് കുരുമുളക്, അതുപോലെ കുറച്ച് ഉണക്കമുളക് പൊടിച്ചത്, ഫ്ലാക്സ്, അതിട്ടതിന് ശേഷം നന്നായി ഇളക്കുക. നന്നായി ഇളക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ വെളിച്ചെണ്ണ, പാൻ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇതിലേക്ക് നന്നായി അടിച്ച മുട്ട നല്ല രീതിയിൽ നമ്മൾ ഇളക്കി അടിച്ചെടുക്കണം. അപ്പോഴാണ് അത് സോഫ്റ്റായിട്ടിരിക്കുക. നമ്മൾ പാനിലേക്ക്, നല്ല ചൂടാകുമ്പോൾ പാനിലേക്ക് ഒഴിച്ച് നമ്മൾ അത് വേവാനായിട്ട് വെക്കുകയാണ്. ഒരു മീഡിയം തീയിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇപ്പോൾ ഏകദേശം വെന്തുവന്ന് നമ്മളത് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം നമ്മളത് പ്ലേറ്റിലേക്ക് മാറ്റി. ഇപ്പോൾ സ്വാദിഷ്ടമായ ഓംലെറ്റാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്.